ഒരു 40-45 വയസ്സാവുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും കണ്ടുവരാറുണ്ട്. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. ഹായ്, ഐ എം ഡോക്ടർ ഷാഫ്ലിയ ഷുക്കൂർ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. ഒന്നാമത്തെ ലക്ഷണം മൂഡ് സ്വിങ്സ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, പെട്ടെന്ന് തന്നെ സങ്കടം വരിക, ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവുക, അതേപോലെ റിലേഷൻഷിപ്സിലോ മറ്റു കാര്യങ്ങളിലോ താല്പര്യക്കുറവ് കാണിക്കുക എന്നിവയൊക്കെയാണ്. രണ്ടാമത്തെ ലക്ഷണം ഇറഗുലർ സൈക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ സൈക്കിൾസ് ചിലപ്പോൾ ഷോർട്ടർ ആവാം, ചിലപ്പം ദിവസങ്ങളോളം നീണ്ടു നിൽക്കാം, അല്ലെങ്കിൽ നേരത്തെ വരാം, ഇനി അതും അല്ലെങ്കിൽ വൈകി വരാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിന്റെ അളവിൽ വരെ വ്യത്യാസങ്ങൾ കാണിക്കാം. മൂന്നാമത്തെ ലക്ഷണം ഹോട്ട് ഫ്ലഷസ് ആണ്. അതായത് ശരീരമാകെ ചൂട് അനുഭവപ്പെടുക, അതോടൊപ്പം തന്നെ നന്നായി വിയർക്കുക. ഇത് രാത്രി കാലങ്ങളിൽ കൂടെ ആവുമ്പോൾ നമ്മുടെ ഉറക്കം വരെ ഡിസ്റ്റർബ്ഡ് ആവാം. നാലാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികവും ഒപിയിൽ കേൾക്കുന്നൊരു പ്രശ്നമാണ്. ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കുന്നില്ല, പച്ചവെള്ളം കുടിച്ചാൽ പോലും വെയിറ്റ് കൂടുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അഞ്ചാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള ലക്ഷണം വെജൈനൽ ഡ്രൈനസ് അഥവാ യോനി ഭാഗത്തുണ്ടാകുന്ന വരൾച്ച. ഇത് പല ആളുകളുടെയും ക്വാളിറ്റി ഓഫ് സെക്ഷൽ ലൈഫിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടുവരുന്നത് മെനോപോസ് അഥവാ ആർത്തവിരാമത്തിന്റെ 8 മുതൽ 10 വർഷം മുന്നെയാണ്. ആൻഡ് സോ വി കോൾ ദിസ് പെരിമെനോപോസ്. ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ കണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ പലരും പെരിമെനോപോസിനെ കുറിച്ച് അവെയർ അല്ല. ഇനി അഥവാ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാലും ഈ പ്രായത്തിൽ ഇതൊക്കെ സാധാരണയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നേരത്തെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിയും എക്സ്പെർട്സിന്റെ സഹായം തേടിയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമുക്ക് ബെറ്റർ ആക്കാം. പെരിമെനോപോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ പോസ് എന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.